തകർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നിരാശയ്ക്ക് ഒരു സ്ഥാനവും നൽകാതിരിക്കുക. മഹത്തായ പല വിജയങ്ങൾക്ക് പിന്നിലും ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് മറ്റൊരാളാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ജീവിച്ച് തീർക്കുന്നത് അയാളുടെ ജീവിതമാണ്. ഒരിക്കലും ഒന്നിനും അടിമയാകാതിരിക്കുക. നമ്മൾ നമ്മളല്ലാതാകുന്നത് പലതിനെയും അന്ധമായി പിന്തുടരുമ്പോഴാണ്. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. പക്ഷേ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരിലല്ല, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിജയിക്കാൻ പൂർണ്ണമായും ഒരു സൂത്രവാക്യം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പലതിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതായി വരും. എന്നാൽ തോൽക്കാൻ ഒറ്റ സൂത്രവാക്യം അറിഞ്ഞിരുന്നാൽ മതി. എപ്പോഴും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന, നിങ്ങളെ കുറ്റപ്പെടുത്താത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. കാലം എന്നെങ്കിലും ഒരുനാൾ നിങ്ങളുടെ ഗുണഗണങ്ങളെ വിലയിരുത്തുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം അതിനെ കണ്ടെത്താനും അതിൽ അഭിമാനിക്കാനും പഠിക്കുക. അറിവിൻ്റെ വെളിച്ചം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന മുറിവുകളിലൂടെയാണ്. നമ്മൾ കൊടുക്കുന്ന അർത്ഥമല്ലാത്ത ഒരു വിഷയത്തിനും അർത്ഥമില്ലെന്ന് ഓർക്കുക. ഏത് വിഷയത്തെയും ശുഭാപ്തി വിശ്വാസത്തോടെ സമീപിക്കുക. നിങ്ങൾ സത്യം പറയുമ്പോൾ അത് നിങ്ങളുടെ ഭൂതകാലം ആകും. എന്നാൽ നിങ്ങൾ നുണ പറഞ്ഞാൽ അത് നിങ്ങളുടെ ഭാവിയുടെ ഭാഗമാകും. മനസ്സിനെ സങ്കൽപ്പിക്കാനും വിശ്വസിക്കാനും കഴിയുന്നതെന്തും നമുക്ക് നേടാനും ആകും. ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്തെന്നാൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ തിരിച്ചറിയാതെ പോവുക എന്നതാണ്. ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും. മദ്യപിച്ച അടിമയുടെ കയ്യിലെ വാൾ അധാർമികനായ ഒരു മനുഷ്യൻ്റെ കയ്യിലുള്ള ശസ്ത്രത്തേക്കാൾ സുരക്ഷിതമാണ്. സ്ത്രീകൾക്ക് ഒരു ആണിനെ മാനസികമായി കീഴ്പ്പെടുത്താൻ രണ്ട് കാര്യങ്ങൾ മതി. ഒന്ന്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. രണ്ട്, അനുയോജ്യമായ സമയങ്ങളിൽ കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീർ. പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകൾ ആയിത്തീരണം. നിങ്ങൾ ആരെയെങ്കിലും സംശയമില്ലാതെ വിശ്വസിക്കുമ്പോൾ രണ്ട് ഫലങ്ങളിൽ ഒന്ന് തീർച്ചയായും ലഭിക്കും. ഒന്നുകിൽ ജീവിതകാലത്തേക്ക് ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ജീവിതത്തിൽ അറിയാത്ത ഒരു പാഠം കൂടി. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്മാനം. സംതൃപ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിശ്വസ്തതയാണ് ഏറ്റവും നല്ല ബന്ധം. അസന്തുഷ്ടനായ ഒരു വ്യക്തി ഒരിക്കലും ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല. അവർ ഒന്നുകിൽ ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവിയിലോ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ലഭിച്ചതിനെ അമിതമായി വിലയിരുത്തരുത്. മറ്റുള്ളവരോട് അസൂയപ്പെടരുത്. മറ്റുള്ളവരോട് അസൂയപ്പെടുന്നവന് മനസ്സമാധാനം ലഭിക്കില്ല. നിഷ്കളങ്കരും സത്യസന്ധരും ആണ് സത്യങ്ങൾ നേരിട്ട് തുറന്നു പറയുന്നത്. പക്ഷേ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെ ഉള്ളവർ ശത്രുക്കളാണ്. രാത്രിയിൽ ഒരു കള്ളനെപ്പോലെ മരണം നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അവന് മോഷ്ടിക്കാൻ ഒന്നും അവശേഷിക്കാത്ത വിധം പൂർണ്ണമായും ജീവിതം നയിക്കുക. മനസ്സിലാക്കുക എന്നതാണ് സർവ്വപ്രധാനം. ഏതൊരു വിഡ്ഢിയും അത് തിരിച്ചറിയേണ്ടതുണ്ട്. സുഹൃത്തുക്കൾ അങ്ങനാ. ചിലപ്പോൾ തമ്മിലടിക്കും, ചിലപ്പോൾ സ്നേഹിക്കും. എന്തായാലും സന്തോഷമായാലും ബുദ്ധിമുട്ടായാലും അവരുണ്ടാകും. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിനാൽ വിഷമിക്കുകയല്ല, സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. പരമമായ സമ്പത്ത് വിജ്ഞാനമാണ്. രണ്ടാമത്തേത് കുട്ടികളാണ്. ഏറ്റവും താഴ്ന്ന സമ്പത്ത് ഭൗതിക സമ്പത്താണ്. നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട. അവരെ വിട്ടേക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ രണ്ടടി പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്ന് കൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത്. സത്യമാണെങ്കിലും സന്ദർഭം ഉചിതമല്ലെങ്കിൽ പറയരുത്. നമുക്ക് എന്തെല്ലാം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നമുക്ക് എന്തൊക്കെയുണ്ട് എന്ന് ചിന്തിക്കാൻ പഠിക്കുക. മറ്റുള്ളവർ എന്ത് പറയും എന്നതിൽ ശ്രദ്ധ ചെലുത്താതിരിക്കുക.
നല്ല സൗഹൃദങ്ങൾ നൽകിയ സ്നേഹം എത്ര അകലങ്ങളിൽ ആണെങ്കിലും മനസ്സിൽ നിന്ന് മായില്ല. ജീവിതത്തിൽ പ്രധാനമായും അല്ലെങ്കിൽ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ളത് വസ്തുതകളും സംഭവങ്ങളും അല്ല, ഒരാളുടെ തലയിലൂടെ എന്നെന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചിന്തയുടെ കൊടുങ്കാറ്റാണ് അതിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത്. ഭക്ഷണക്രമവും ആരോഗ്യവും പോലെ നിങ്ങളുടെ ആരോഗ്യത്തിന് ബന്ധങ്ങളും ആവശ്യമാണ്. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമാണ്, നമ്മുടെ കീഴടങ്ങൽ മറ്റു ചിലരുടെ ആഗ്രഹമാണ്. എന്നാൽ ഇവയ്ക്കപ്പുറമുള്ള പോരാട്ടവും വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നിങ്ങളെ ഭയപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതുമായ കാര്യങ്ങളെ പൂർണ്ണമായും അവഗണിക്കുക. നിങ്ങളെ രോഗത്തിലേക്കും മരണത്തിലേക്കും തിരിച്ചുവിടുന്നത് ഇവയാണ്. മികച്ചത് തേടി നമ്മൾ യാത്രയിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചത് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നു പോയിരിക്കും. വിഡ്ഢികൾ പോലും ചിലപ്പോൾ പറയുന്നത് ശരിയായിരിക്കാം. ഒരു വ്യക്തി ശുദ്ധമായ മനസ്സോടെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ സന്തോഷം അവനെ ഒരിക്കലും വിട്ടുപോകാതെ നിഴൽ പോലെ അവനെ പിന്തുടരുന്നു. നിങ്ങൾക്ക് സ്വയം വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടാകൂ. നിങ്ങൾ ആരാലും സ്നേഹിക്കപ്പെടുന്നത് രാവിലെ ആരംഭിച്ച് വൈകുന്നേരത്തോടെ അവസാനിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ ആരംഭിച്ച് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അവസാനിക്കുന്നു. ജീവിതം ഒരു വലിയ ക്യാൻവാസ് ആണ്. നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ നിറങ്ങളെയും അതിൽ ഉപയോഗിക്കണം. വിജയിക്കുക എന്നത് വല്ലപ്പോഴും നടക്കുന്ന ഒരു പ്രതിഭാസം അല്ല, അത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വല്ലപ്പോഴും, ഒരിക്കലല്ല അത് ശരിയായി ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വല്ലപ്പോഴും അല്ല വിജയിക്കുന്നതും. വിജയിക്കുക എന്നത് ശീലമാണ്. നിർഭാഗ്യവശാൽ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ തോൽക്കുന്നതും. ചിലരെ നാം അന്ധമായി വിശ്വസിക്കുന്നത് മൂലം രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സംഭവിക്കും. ഒന്നുകിൽ ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാഠം. നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷന്മാരെ കാണുമ്പോൾ പുഞ്ചിരിക്കാതെ കടന്നു പോകാൻ ശ്രമിക്കുക. തിരിച്ചും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചറിയാൻ സഹായിക്കും. ചെയ്യുന്നതെല്ലാം ആത്മാർത്ഥതയോടെ ചെയ്യുക. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല. ചിലരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ല എന്ന് അറിയുമ്പോൾ അവർ നമ്മൾക്കായി സമ്മാനിക്കുന്ന പ്രതിഫലത്തിൻ്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടുത്തൽ. എത്ര ബുദ്ധിമാനായ പുരുഷനും ഒരു സ്ത്രീയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാറില്ല. എന്നാൽ എത്ര വിഡ്ഢിയായ സ്ത്രീകൾക്കും ഒരു പുരുഷനെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സഹായിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബലഹീനതയാണ്. നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമുക്ക് ഒരു ഉറച്ച ലക്ഷ്യം ഉണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആത്മവിശ്വാസവും സ്വയം സമർപ്പണവും ഉണ്ടെങ്കിൽ വിജയം നമ്മുടെ കൈക്കുള്ളിൽ ആയിരിക്കും. പക്ഷികൾ ജീവിച്ചിരിക്കുമ്പോൾ ഉറുമ്പിനെ ഭക്ഷിക്കുന്നു. പക്ഷികൾ മരിച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് അവയെ ഭക്ഷണമാക്കുന്നു. സമയവും സന്ദർഭവും എപ്പോൾ വേണമെങ്കിലും മാറിയേക്കാം. ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണരുത്. നിങ്ങളോടുള്ള ഒരാളുടെ അഗാധമായ സ്നേഹം നിങ്ങൾക്ക് ശക്തി നൽകുന്നു. എന്നാൽ ഒരാളെ ആഴത്തിൽ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യം നൽകുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക. ചിന്തകൾ കടന്നു വരുന്നത് പോലെ കടന്നു പോകാനും അനുവാദം നൽകുക. ഒരു ഉപകാരം സ്വയം ചെയ്യുക. എപ്പോഴും മറ്റുള്ളവർക്ക് നിങ്ങളെ ഉപയോഗപ്പെടുത്താൻ നിന്നുകൊടുക്കുന്നത് നിർത്തുക. നിങ്ങളിൽ ആളുകൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ പുഞ്ചിരിയും പിന്നെ നിങ്ങളുടെ കണ്ണുകളുമാണ്. ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് കാണുന്നവർക്ക് മറ്റുള്ളവരുടെ ജീവിതം മനോഹരമാണ്. മോഹിച്ചത് കിട്ടണമെന്നില്ല, പക്ഷേ മോഹിക്കാതെ കിട്ടുന്നത് ചിലപ്പോൾ മോഹങ്ങൾക്കും അപ്പുറമായിരിക്കും.
Thank you for watching my video.